അടുത്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി അണ്ടർ ഹിന്ദു ലോ. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാട് നമുക്ക് നോക്കാം. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്നത് ഹിന്ദു ലോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റിൽ ഒന്നാണ്. ഒരു കോമൺ ആൻസെസ്റ്റർ, അതായത് പൊതുപൂർവികൻ, അതിൽ നിന്ന് കറക്റ്റ് മറുപടി അതാണ്, അതിൽ നിന്ന് വംശപ്പിറവിയായി വന്നവനാണ്. അവരുടെ ഭാര്യമാർ, വിധവകൾ, വിവാഹം കഴിക്കാത്ത മക്കൾ, ഇവരൊക്കെ, അതായത് അൺമാരിഡ് ഡോട്ടേഴ്സ്, ഇവരെ എല്ലാവരെയും ചേർന്ന് ഒരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത് ഇത് ഹിന്ദു ലോ അംഗീകരിക്കുന്ന ഒരു സോഷ്യലും ലീഗലുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് പാർട്ടീഷൻ നടക്കുന്നതിന് വരെ ജോയിൻറ്റ് ഫാമിലി തുടരും. പിന്നെ കുടുംബത്തിൻ്റെ ഹെഡാണ് കർത്ത എന്നാണ് വിളിക്കുന്നത്. അടുത്താണ് മീനിങ് ഓഫ് ജോയിൻറ്റ് ഫാമിലി. മീനിങ് ഓഫ് ജോയിൻറ്റ് ഫാമിലിയിൽ പറയുന്നത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്നത് ഒരുമിച്ച് താമസിക്കാനും കോമൺ പ്രോപ്പർട്ടി ഷെയർ ചെയ്യാനും ഭക്ഷണം ഷെയർ ചെയ്യാനും ഒരുമിച്ച് ആരാധന നടത്താനും പിന്നെ കോമൺ റെസിഡൻസ് ഉള്ള കുടുംബമാണ്. ഇത് ലോ പ്രകാരം സ്വയം ഉണ്ടാക്കുന്നതാണ്, എഗ്രിമെൻ്റ് വഴിയല്ല. ഇനി മെമ്പർഷിപ്പ് ആവുന്നത് ഒന്നെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മാരേജിലൂടെ, അല്ലെങ്കിൽ അഡോപ്ഷനിലൂടെ വഴിയാണ് ഇതിലാവുന്നത്. ഇത് എഗ്രിമെൻറ്റ് ബേസിലല്ല ആണെന്നാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയിൽ പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് കോമൺ ആൻസിസ്റ്റർ, പൂർവ്വ ആണ് പറയുന്നത്. കോമൺ ആൻസിസ്റ്ററിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോയിൻറ്റ് ഹിന്ദു ഫാമിലീസും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അയാളുടെ എല്ലാ സന്തതികളും അവരുടെ ഭാര്യമാരും വിവാഹം കഴിക്കാത്ത മക്കളും ഇതിൽ ഉൾപ്പെടും. ഇനിയാണ് ക്രിയേഷൻ ബൈ ലോ ആണ് രണ്ടാമത്തെ ക്യാരക്ടർ. അതിൽ പറയുന്നത് വെച്ചാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ലോ പ്രകാരം ഉണ്ടാക്കുന്നതാണ്. ബന്ധമില്ലാത്ത ആളുകളെ എഗ്രിമെൻ്റ് ചെയ്ത് ജോയിൻറ്റ് ഫാമിലി ഉണ്ടാക്കാൻ കഴിയില്ല. മൂന്നാമതാണ് ജോയിൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് കുടുംബത്തിന് ജോയിൻറ്റ് ഫാമിലി പ്രോപ്പർട്ടി ഉണ്ട്, ആൻസിസ്റ്റർ പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടും പ്രോപ്പർട്ടീസും ഉണ്ട്. എല്ലാ മെമ്പേഴ്സിനും അതിൽ സ്വത്തിൽ ഇൻട്രസ്റ്റും ഉണ്ട്. പക്ഷേ പാർട്ടീഷൻ വരെ ഓരോരുത്തരുടെയും എക്സ്ട്രാ ഷെയർ ഫിക്സ് ആക്കില്ല. അതാണ് ജോയിൻറ്റ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞത്. പിന്നെ നാലാമത്താണ് കോമൺ റെസിഡൻസ് ആൻഡ് വർഷിപ്പ്. അതായത് ഇവർ മെമ്പേഴ്സ് സാധാരണയായിട്ട് ഒരുമിച്ച് താമസിക്കുന്നത്, ഒരുമിച്ചാണ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, പിന്നെ ഒരുമിച്ച് ആരാധന നടത്തുന്നത്. പക്ഷേ വേറെ താമസിക്കുന്നത് കൊണ്ട് മാത്രം ജോയിൻറ്റ് ഫാമിലി അവസാനിക്കില്ല. പിന്നെയാണ് മാനേജ്ഡ് ബൈ കർത്തയിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്ത സാധാരണയായി കുടുംബത്തിൻ്റെ ഏറ്റവും മുതിർന്ന അംഗമാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ ലീഗലും ഫിനാൻഷ്യൽ കാര്യങ്ങളും കുടുംബത്തെ പ്രതിനിധിക്കുന്നത് കർത്തയാണ്. അടുത്താണ് പെർപ്പച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയിലെ ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി അവസാനിക്കില്ല. പാർട്ടീഷൻ നടക്കുന്നത് വരെ തലമുറകളോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മെമ്പർ മരിച്ചതുകൊണ്ട് ജോയിൻറ്റ് ഫാമിലി അവസാനിക്കില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഓരോ ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്തുണ്ടാ പാർസിനറി ആൻഡ് ജോയിൻറ്റ് ഫാമിലി. പാർസനറിയും ജോയിൻറ്റ് ഫാമിലിനെയും കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാൻസറി എന്നത് ജോയിൻറ്റ് ഫാമിലിയുടെ ഉള്ളിലൊരു ചെറിയ ഗ്രൂപ്പാണ്. ഹിന്ദു സസഷൻ അമെൻമെൻറ്റ് ആക്ട് 2005 പ്രകാരം മക്കളും അത് ഡോട്ടേഴ്സിനെയാണ് പറയുന്നത്. ജനം മുതൽ പാർസനർ സ്റ്റാറ്റസ് ലഭിക്കും. ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയിൽ മകനുള്ളതുപോലെ തന്നെ അവകാശങ്ങൾ ബാധ്യതകളും മക്കൾക്കും ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി സ്കൂൾസ് ഓഫ് ഹിന്ദു ലോയിൽ പറയുന്നത് മിതാക്ഷര സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതാക്ഷര സ്കൂൾ പ്രകാരം മകന് ജന്മം മുതൽ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയിൽ അവകാശം ലഭിക്കും.
അക്ഷര സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന് ജന്മം മുതൽ ആൻസസ്റ്റർ പ്രോപ്പർട്ടിയിൽ അവകാശം ലഭിക്കും. പിന്നെ ഇത് ഇന്ത്യയിൽ മിക്ക ഭാഗത്തിനും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ദയാഭഗ സ്കൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാഭഗ സ്കൂൾ പ്രകാരം പ്രോപ്പർട്ടി ഓണർ മരിച്ചതിന് ശേഷം മാത്രം ഹയേഴ്സിന് സ്വത്തിൽ അവകാശം ലഭിക്കും. ഇത് പ്രധാനമായിട്ട് വെസ്റ്റ് ബംഗാൾ, ആസാം എന്നിടങ്ങളിലാണ് ഫോളോ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പർപ്പസ്, ഇമ്പോർട്ടൻസ് ഓഫ് ജോയിൻറ്റ് ഫാമിലിയിലെ പർപ്പസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി സമ്പാദിക്കുക, സുരക്ഷ നൽകുന്നു, പരസ്പരം സഹായം മെയിൻ്റെനൻസ് ഉറപ്പിക്കുന്നു, കുടുംബം സ്വത്ത് പാരമ്പര്യമായിട്ട് സംരക്ഷിക്കുന്നു, ഐക്യവും അതായത് യൂണിറ്റി, കോപ്പറേഷൻ, പിന്നെ സോഷ്യൽ വെൽഫെയർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, കുട്ടികളിലെ സ്ത്രീകളെയും വയോജനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ്. ഇതിൻ്റെ കൺക്ലൂഡ് ഇത് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്നത് റിലേഷൻഷിപ്പ്, രക്തബന്ധം, യൂണിറ്റി, കോമൺ ഓണർഷിപ്പ് പിന്നെ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹിന്ദു ലോയിലെ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കുടുംബ മൂല്യങ്ങൾ സംസാരിക്കുന്നു. ഇത് കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. സോഷ്യലും എക്കണോമിക്കും സെക്യൂരിറ്റി നൽകുന്നു. എല്ലാ കുടുംബം ആണുങ്ങളുടെയും വെൽഫെയർ ഉറപ്പാക്കുന്നു. പിന്നെ സമൂഹത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടും ഇന്നും ഹിന്ദു പേഴ്സണൽ ലോയിലെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിക്ക് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്.